നമ്മളിന്ന് വയനാട്ടിലെ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. പുൽപ്പള്ളിയിലുള്ള കോട്ട ശിവക്ഷേത്രത്തിലേക്ക് കേട്ടോ. ഞാൻ തന്നെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ പഴയ ഫോണിലാണ് എടുത്തത്. ഇന്ന് നമ്മൾ ആ അമ്പലം കൂടാതെ പുൽപ്പള്ളി തന്നെയുള്ള 2-3 അമ്പലങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ തന്നെ. വയനാട് തന്നെ രാമായണവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു നാടാണ്. അതുകൂടാതെ വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറയുന്നത് സീതാദേവിയുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സീതാദേവീൻ്റെ 2-3 അമ്പലങ്ങളിലും കൂടി ദർശനം നടത്തുന്നുണ്ട്. സീതാദേവി ലവകുശന്മാരെ പ്രസവിച്ച സ്ഥലം, പിന്നെ ഭൂമിക്കടിയിലേക്ക് ഭൂമി പിളർന്നു പോയില്ലേ ആ സ്ഥലം, അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എന്നാൽ പുൽപ്പള്ളിയുള്ള സീതാദേവി അമ്പലത്തിൽ നമ്മൾ പോകുന്നില്ല കേട്ടോ. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ അമ്പലങ്ങളിലാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യത്തെ യാത്ര കോട്ട ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഏകദേശം 2500 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഈ അമ്പലത്തിനെ പറയപ്പെടുന്നത്. സ്വയംഭൂവായിട്ട് കാടിൻ്റെ നടുക്കായിട്ടാണ് ഈ അമ്പലം വരുന്നത്. എൻ്റെ മറ്റേ വീഡിയോയിൽ നിങ്ങൾക്ക് ആനയുടെ സാന്നിധ്യമൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഈ പോയ സമയം ഡിസംബർ അവസാനം ആയതുകൊണ്ട് തന്നെ പച്ചപ്പിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശിവഭഗവാനെ കാണുന്നതിന് മുന്നേ ഇവിടെ തന്നെ ഒരു ബോർഡുണ്ട്. പുറത്തുള്ള യോഗീശ്വരനെ തൊഴുതിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് വയനാട്ടിലെ എൻ്റെ വീട്ടിൽ നിന്ന് 2 വഴികളിലൂടെ നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്താൻ കഴിയുമേ. ഇതാണ് കേട്ടോ യോഗീശ്വരൻ എന്ന് പറയുന്ന അമ്പലം. ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾക്കുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളോ അങ്ങനെ ഒന്നും കേൾക്കില്ല കേട്ടോ. അമ്പലം എന്ന് പറയുമ്പോൾ ഭയങ്കര സമാധാനം തരുന്ന ഒരു അമ്പലമാണ് ഇത്. കാടിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ കാടിൻ്റെ ഒരു സൗണ്ട് അല്ലാതെ വണ്ടികളുടെ സൗണ്ടോ അങ്ങനെ മറ്റുള്ള ഒരു സൗണ്ടുകൾ നമ്മളിവിടെ കേൾക്കില്ല. ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളുടെ സൗണ്ടുകളൊക്കെയാണ് അധികമായിട്ട് കേൾക്കുക. കാറ്റിൻ്റെ സൗണ്ട്, നിറച്ച് ചുറ്റും നിറയെ മരങ്ങളാണ്, കുറേ കുരങ്ങന്മാരുണ്ടാവും. ശിവഭഗവാന് വേണ്ടിയിട്ട് മന്ത്രം ജപിക്കുകയാണ് പക്ഷികളും കാടും ഒക്കെ എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അവിടെ എത്തുമ്പോൾ. അങ്ങനെ ഒരുപാട് ആളുകളും വരാത്ത ഒരമ്പലമാണ്. എന്നാൽ ഇവിടുത്തെ ഉത്സവത്തിനും ഇതിനൊക്കെ നല്ലോണം ആൾക്കാരും ഉണ്ടാവും കേട്ടോ. പ്രത്യേക രീതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. സ്വയംഭൂവായിട്ട് ദൈവചൈതന്യം കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. മുന്നേ നമ്മൾ വന്നപ്പോൾ ഇവിടെ ജലധാര ഉണ്ടായിരുന്നു, ഒരു പൂജാരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഇവിടെ കാണുന്നില്ല. ജലധാരേൻ്റെ പൂജയും ഇപ്പം മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഈ ശിവഭഗവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീരുന്നില്ല നമ്മളെ ദർശനം പൂർണ്ണമാവണമെങ്കിൽ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഭഗവതീൻ്റെ അമ്പലമുണ്ട്. അവിടെയും കൂടി പോയി തൊഴുതാലേ നമ്മളുടെ ദർശനം പൂർണ്ണമാവുന്നുള്ളൂ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. കാടിൻ്റെ നടുക്കാണെങ്കിലും ഇത്രയും അടുത്തേക്ക് ആനകളൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ട് മറച്ചിട്ടൊക്കെയാണുള്ളത്. ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. 2 വഴിയിലും കൂടിയും വരാം. ഒരു വഴി പൂർണ്ണമായിട്ടും കാടാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് അടുത്ത് ആ വഴിയാണ്, പക്ഷേ ഇപ്പം ആ വഴിയിലേക്ക് നമ്മളെ അങ്ങനെ കടത്തി വിടുന്നില്ല. ആനേൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് ഫോറസ്റ്റ് ഗാർഡ് നമ്മളോട് പുൽപ്പള്ളി വഴി ചുറ്റി വരാനാണ് പറയുക. അതിലെ വന്നാൽ ഇങ്ങോട്ട് കടത്തി വിടാത്തതുകൊണ്ട് നമ്മളിന്ന് ചുറ്റിയാണ് കേട്ടോ വന്നത് ഇങ്ങോട്ടേക്ക്. മറ്റേ വീഡിയോയിൽ വൃത്തിയില്ലെങ്കിലും ഞാനൊരു പൊത്തുള്ള മരവും അതൊക്കെ കാണിക്കുന്നുണ്ട്. ആ വഴിയാണ് നമ്മൾ സാധാരണ വരാറ്. അതിലാണിപ്പോൾ കടത്തുന്നില്ല എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇനി അങ്ങനെ ഭഗവതീൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള അതൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയൊരു അമ്പലം, വളരെ സമാധാനവും എന്താ പറയുക ശാന്തിയും തരുന്നതാണ് ഇവിടുത്തെ ഈ അമ്പലങ്ങൾ. അധികം ഒച്ചയും ബഹളവും ഒന്നുമില്ല, ആളുകളും കുറവാണ്. അങ്ങനെ ഇതാണ് കേട്ടോ അമ്പലം. ഭഗവതീൻ്റെ അമ്പലം കൂടാതെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ഒരു സ്ഥലവും കൂടി കണ്ടിട്ടുണ്ട്. ഇതാണ് ബ്രഹ്മരക്ഷസിൻ്റെ. അങ്ങനെ അവിടുന്ന് നമ്മളിനി രണ്ടാമത്തതല്ല മൂന്നാമത്തത് ചേടാറ്റിൻകാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്.
ചേടാറ്റിൻകാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജഡയറ്റ കാവ്, അതാണ് ചേടാറ്റിൻകാവായിട്ട് മാറിയത്. അമ്പലം കുറച്ച് ഉള്ളിലേക്കാണ്, കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം. നമുക്ക് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ജഡായുവിൻ്റെ ജഡ അറ്റ കാവ് അതാണ് ഇതെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ പിന്നെ അശോകവനിയിൽ ഒരു സീതാദേവീൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അശോകമൊക്കെ ഇപ്പം നട്ടുപിടിപ്പിച്ചതാണ്. നമുക്ക് അവിടേക്കൊന്ന് പോവേ. അതിൽ എഴുതി വെച്ചതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കാണുക, അത് കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് അശോക മരങ്ങൾ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കാണ് സീത തപസ്സിരുന്നത്, അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. കണ്ടില്ലേ, അത് അങ്ങനെ ഒരു സീതാദേവീൻ്റെ പ്രതിമയും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് അധികം പച്ചപ്പില്ലാത്തത്. സീതാദേവീൻ്റെ കുറച്ചപ്പുറത്തായിട്ട് സപ്തമാതൃക്കളുടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഫുൾ പച്ചപ്പിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ചുമന്ന് ഭയങ്കര രസമാണ് കേട്ടോ. അവിടെയൊക്കെ പോയാൽ ഫുൾ പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഏടാറ്റിലമ്മ എന്ന് പറയുന്നത് സീതാദേവി തന്നെയാണ്. സീതാദേവീൻ്റെ ഒരു ചെറിയൊരു അമ്പലമാണിത്. വലിയ അമ്പലം നമുക്ക് പുൽപ്പള്ളി ടൗണിൽ തന്നെയുണ്ട്. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മൾക്ക് സപ്തമാതൃക്കൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എഴുതിയത് വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സപ്തമാതൃക്കളുടെയും വീരഭദ്രൻ്റെയും ഗണപതിയുടെയും ഒരേ വലിപ്പത്തിലുള്ള 9 വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലിലുള്ളത്. നേരെ കണ്ടു തൊഴുന്നത് വൈഷ്ണവിയും, കിഴക്കുവശത്തായി ബ്രാഹ്മണി, മഹേശ്വരി, കൗമാരി, പടിഞ്ഞാറ് വരാഹി, ഇന്ദ്രാണി, ചാമുണ്ട, വടക്ക് കിഴക്ക് വീരഭദ്രൻ, വടക്ക് പടിഞ്ഞാറ് ഗണപതി എന്നിങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ തൊഴുത് പ്രാർത്ഥിക്കാനും പിന്നെ നെയ്വിളക്ക് കത്തിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ അമ്പലത്തിനോട് ചേർന്നിട്ട് തന്നെ സീതാദേവി ഭൂമി പിളർന്നു പോയ സ്ഥലമുണ്ട്. അവിടെ അവർ സപ്തദള പത്മം എന്ന് പറഞ്ഞിട്ട് വലിയൊരു താമരയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്താണ് ഭൂമി പിളർന്നിട്ട് സീതാദേവി പോയി എന്ന് സങ്കല്പിക്കുന്നത്. ഒരുപാട് ദേവഗണങ്ങളൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു പുണ്യഭൂമിയും കൂടിയാണ് കേട്ടോ ഇത്. ഇത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നിട്ട് പോലും അമ്പലങ്ങളെല്ലാം ഒരു സാധാരണ ഒരു അമ്പലം പോലെ തന്നെയാണ് കേട്ടോ അവിടെയുള്ളത്. അല്ലാതെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊന്നും ആയിട്ടില്ല. ഒരു ചെറിയൊരു അമ്പലം. അത് തന്നെയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയും. ഇവിടുന്ന് നമ്മൾ ഈ അമ്പലം തൊഴുത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെയല്ല, എന്നാലും കുറച്ച് ദൂരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് വാൽമീകി ആശ്രമം. അവിടെയും കൂടി ഒന്ന് പോയി തൊഴുതിട്ടാണ് കേട്ടോ നമ്മൾ മടങ്ങുന്നത്. എപ്പോഴും പ്രകൃതിയാണ് ദൈവം എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുൽപ്പള്ളിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിലേക്കൊക്കെ ടൂറ് വരുന്നവർക്ക് അങ്ങനെ ഒരുമിച്ച് എല്ലാ സ്ഥലവും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ചേടാറ്റിൻകാവിനോട് ചേർന്നിട്ട് തന്നെയാണ്, അടുത്ത് തന്നെയാണെന്ന് പറയാം. വാൽമീകി ആശ്രമം എന്ന് പറയും. മുനിപ്പാറയും സീത ലവകുശന്മാരുടെ ആശ്രമവും ഉണ്ട് കേട്ടോ അവിടെ. മുനിപ്പാറ അവിടേക്കാണ്. അവിടേക്ക് പോകാൻ അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൂരേന്ന് വീഡിയോ എടുത്തതാണേ. ഇവിടെ എന്തോ ഒരു അന്നദാനം നടക്കുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ നടക്കുന്നത്. ചെറിയൊരു കാവ് പോലെ എന്തോ ഒന്നുണ്ട് അവിടെ. ആശ്രമം ഇതല്ല കേട്ടോ, ആശ്രമം ഇതിന് തൊട്ട് മുകളിലായിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആശ്രമം. ഇവിടെ ഇപ്പോഴും കല്ലും ആ പണ്ടത്തെ അതേപോലെ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓട് പോലും ഇട്ടിട്ടില്ല കേട്ടോ. വാൽമീകി രാമായണ രചന നടത്തിയതും പിന്നെ സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയതൊക്കെ ഇവിടെ വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഉണ്ടായിരുന്നതിനോട് സാമ്യമായിട്ട് തന്നെ ഇപ്പോഴും ഇതുപോലെ ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു ആശ്രമം തന്നെയാണ്. ഒരുപാട് വിളക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ പൂജയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും പൂക്കളൊക്കെ അർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ യാത്രയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ദൂരെ നാട്ടിൽ നിന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ദിവസം വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഉച്ച വരെ ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാനിതിൻ്റെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കാര്യമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ കോഴിക്കോടും വയനാടും ഒക്കെ ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ.